നമസ്കാരം. ഏവർക്കും മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ ക്ഷേത്രങ്ങളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേതായ ക്ഷേത്രം മൂകാംബിക ക്ഷേത്രമാണ്. രണ്ടാമത്തേതായ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ്. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ക്ഷേത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഈ തൊടുകുറി അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം അത് നിങ്ങൾക്ക് വിചാരിച്ചുകൊണ്ട് തന്നെ ഇതിലൊരു ക്ഷേത്രം നിങ്ങൾക്ക് തൊടാവുന്നതാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ, കാത്തിരിക്കേണ്ടതായി വരുമോ, ഇത്തരം ചില കാര്യങ്ങളെ കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തൊടൂ. ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിൽ ഒരു ദുഃഖം, ഉടനെ വഴിമാറിപ്പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ദുഃഖമോ അത്തരം ചില കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചിത്രം ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏവരും ഒരു ക്ഷേത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ക്ഷേത്രമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അനീതിക്കെതിരെ സത്യസന്ധമായി പ്രതികരിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും തുറന്നു പറയുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മനസ്സുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. പലപ്പോഴും പല വ്യക്തികളും മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കില്ല പുറമെ പറയുക അല്ലെങ്കിൽ പുറമെ പെരുമാറുക. എന്നാൽ നിങ്ങൾ തീർത്തും വ്യത്യസ്തരായി തന്നെ പരാമർശിക്കാം. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് തീർച്ചയായും പുറമെ പ്രകടിപ്പിക്കുവാൻ മടിയില്ലാത്ത വ്യക്തികളായി തന്നെ പരാമർശിക്കാം. സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ പറയുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതം കൃത്യമായി നോക്കുകയാണ് എങ്കിൽ തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ പ്രധാനമായും കാണുവാൻ സാധിക്കും. അതിലൊന്ന് വഞ്ചനയാണ് എങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിരിച്ചടികൾ തന്നെയാണ്. അത്തരം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. തിരിച്ചടികൾ സംഭവിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറെ വിഷമം നൽകുന്നതായ കാര്യം പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാത്തതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പലരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മേൽ കുറ്റം ആരോപിക്കപ്പെടുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും അത് നിങ്ങളെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ വേണ്ടപ്പെട്ടവർ എന്നൊരു വിഷമം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇത്തരം പല കാര്യങ്ങളും മനസ്സിൽ നിന്നും മറക്കുവാൻ സാധിക്കാതെ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തീർച്ചയായും അത് നിലനിൽക്കുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള മുൻകോപം തന്നെയാണ്. മുൻകോപം വളരെയധികം നിങ്ങളെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അത് ചില അവസരങ്ങൾ പോലും നഷ്ടമാകുന്നതിന് കാരണമായി തീരാം.
ഈ സമയം നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോകുന്നതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പല രീതിയിലും ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനോ അല്ലെങ്കിൽ ശത്രുക്കളെ വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യമോ ഉണ്ടായി എന്ന് വരാം. നല്ലൊരു ബന്ധം ശത്രുതയിലേക്ക് വഴിമാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ശത്രുക്കൾക്ക് ഒരു ആയുധം അവർക്ക് നൽകുന്നതിന് തുല്യമായാണ് കണക്കാക്കുവാൻ സാധിക്കുക. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ദേഷ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതായ സാഹചര്യമുണ്ട്. എന്നാൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, പലപ്പോഴും പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. പല കാര്യങ്ങൾ കൊണ്ടും ഇവരെ നിങ്ങൾ വിശ്വസിച്ച് പോകുന്നതായ സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വിശ്വസിച്ച പല വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ തുലം കുറവാണ് എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഏവരും നിങ്ങളെ പോലെയല്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ആത്മാർത്ഥതയോടെയാകാം മറ്റുള്ളവരെ നിങ്ങൾക്ക് വളരെയധികം സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും. എന്നാൽ മറ്റുള്ളവർ അപ്രകാരമാകണം എന്നില്ല. അതിനാൽ ഏവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതായ കാര്യമാണ്. വിശ്വാസം അനിവാര്യമാണ് എങ്കിലും അമിതമായ വിശ്വാസം അത് നിങ്ങൾക്ക് അബദ്ധങ്ങളിലേക്ക് കാരണമായി തീരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥത പോലും ചോദ്യം ചെയ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഉണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ വിഷമതകൾക്കും ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഉത്തരമാണ് എങ്കിലും ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കാരണം പല കാര്യങ്ങൾ കൊണ്ടും വിഷമതകൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് തൊഴിൽപരമായോ ധനപരമായോ ചില മാറ്റങ്ങൾ പ്രകടമാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളെ വിട്ടുമാറാതെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളാകാം. അത്തരം പ്രശ്നങ്ങൾക്ക് തന്നെയാണ് ഒരു മാറ്റം സംഭവിക്കുക എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും മാറില്ല എന്ന ചിന്ത മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം വ്യക്തികൾക്ക് മുൻപിൽ നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുവാൻ, തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ആഗതമാകാം എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് എങ്കിലും പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ട് വീണ്ടും പരിശ്രമങ്ങൾ നടത്തിയിട്ടും വീണ്ടും തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ദോഷകരമായ സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് അനാവശ്യമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് പോയിട്ടുണ്ട്. അത് ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ധനപരമായ ചില തിരിച്ചടികൾ ഈ സമയം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം എന്നതും വാസ്തവമാണ്. ഈ സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ വാശി, അത്തരം ചില കാര്യങ്ങൾ, ദേഷ്യം, അനാവശ്യമായ ഇത്തരം ദേഷ്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾക്ക് ഒരു കാരണമായി തീരും. ഈ സമയം നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. 40 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആഗ്രഹങ്ങൾ, ചില കാര്യങ്ങൾ നടക്കുകയോ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ച ദുഃഖത്തിന് ഒരു പരിഹാരം ലഭിക്കുകയോ ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി തീരാം എന്നതാണ് വാസ്തവം.
ഈ സമയം തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുകയോ രോഗശാന്തിയോ അല്ലെങ്കിൽ മനസ്സിലുള്ള വിഷമതകൾക്ക് ഒരു പരിഹാരമോ ലഭിച്ചു എന്ന് വരാം. പതിവിലും വിപരീതമായ ചില മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകാം എന്നുള്ളതാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം. വന്നു ചേരുന്നതായ അവസരങ്ങൾ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെയധികം വ്യത്യസ്തരായ വ്യക്തികളായി പരാമർശിക്കുവാൻ സാധിക്കും. അത് വ്യക്തിത്വത്തിലാണ് എങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടും അല്പം വ്യത്യാസം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും വളരെയധികം ഊർജം ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ശാന്തത ആഗ്രഹിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. ജീവിതത്തിൽ ബഹളങ്ങൾ വലിയ താല്പര്യമില്ലാത്തവരാണ് എന്ന് പറയാം. തർക്കങ്ങൾ പോലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാത്ത വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. സമാധാനമാണ് എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയാം. മറ്റുള്ളവരുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് നിങ്ങൾ. ഒരു പ്രശ്നത്തെ അത്തരത്തിൽ സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. പലപ്പോഴും പല കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിലും വിഷമങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് വേണ്ടിയോ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും ആരുമില്ല എന്നൊരു ചിന്ത ഉണ്ട്. അവഗണനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്നതായ അംഗീകാരമോ ലഭിക്കാത്ത ഒരവസ്ഥ ജീവിതത്തിലുണ്ട്. ഏകാന്തത വളരെയധികം അനുഭവപ്പെടുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ കഴിവിന് വളരെയധികം പ്രാധാന്യം മറ്റുള്ളവർ നൽകാറില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങളിലേക്ക് എന്താണോ കടന്നു വരേണ്ടത് അത് നിങ്ങളിലേക്ക് കടന്നു വരാത്ത സാഹചര്യം ജീവിതത്തിലുണ്ട്. ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ ഉത്തരവാദിത്തങ്ങൾ മുന്നിൽ നിന്നും നോക്കുവാനോ ആ ഭാരം ചുമലിലേറ്റുവാനോ നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അമിതമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് തെറ്റായ ചിന്തകൾ കടന്നു വരാം. ശരിയായ വശങ്ങൾ ചിന്തിക്കാതെ തെറ്റായ വശങ്ങൾ മാത്രം ചിന്തിക്കാം. അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യത തുലം കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ അപ്രകാരം സംഭവിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ എന്തിനും ഏതിനും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ഇത്തരത്തിൽ വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കണം എന്നത് വാസ്തവമാണ്. അതിനാൽ സംഭവിക്കാനുള്ള കാത്തിരിപ്പ് അല്പം ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യമുണ്ട്. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ ആ അവസരങ്ങൾ വിനിയോഗിക്കണം. ചില കാര്യങ്ങൾക്ക് വിരാമമാകുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ സ്ഥിരതയോടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ
വളരെ കൂടുതലായി തന്നെ പരാമർശിക്കാം. ഈ സമയം മാനസികപരമായി ഒരു ശാന്തത അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ഈ സമയം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് അത്തരം ചില കാര്യങ്ങൾ കടന്നു വരാം, നിലനിൽക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ചില പ്രയാസങ്ങൾ മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും സ്വന്തമായി ഒരിടം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയപരമായി വലിയ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്തിന് മാറ്റം സംഭവിക്കുകയാണ്. സമയമാറ്റം സംഭവിക്കാം. ദോഷകരമായ ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നതും വാസ്തവമാണ്. അതായത് ഏകാന്തത വളരെയധികം അനുഭവിക്കുകയും അത് തെറ്റായ ചിന്തകളിലേക്ക് നയിക്കുന്നതായ സാഹചര്യങ്ങൾ, ഊർജം നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാവുന്ന അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം മാനസികപരമായി ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ചില കാര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും സഹായം നേടേണ്ടതായ സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് നേടുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം സമയത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ വിഷമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. 45 ദിവസങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് മുൻപിലുള്ളത്. 45 ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. നെഗറ്റീവായി നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ കാര്യം തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിൽ നിന്നും പല കാര്യങ്ങളിലും ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നതായ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ നിങ്ങൾ വച്ചിരിക്കുന്ന പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവവേദ്യമാകാം. അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾക്ക് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അത് വിജയത്തിലേക്ക് എത്തുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ അനുഭവിച്ച വിഷമതകൾ അത് വെറുതെയാകില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി പ്രദാനം ചെയ്യുന്നത്. ഈ സമയം പാഠങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുകയും ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും വ്യക്തിത്വം അത് കൂടുതൽ ആകർഷകമാക്കുവാൻ സാധിക്കും. പോസിറ്റീവായ ഊർജവർദ്ധനവ് ഈ സമയം നിങ്ങളിലേക്ക് കടന്ന് വരികയും ചെയ്യാം. അതിനാൽ നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.